ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൻവാഉ തഫ്സീർ, തഫ്സീറുകളുടെ വ്യത്യസ്ത ഇനങ്ങൾ. ഒന്നാമത്തേതാണ് അത്തഫ്സീറു ബിൽ മഅ്സൂർ. അത്തഫ്സീറു ബിൽ മഅ്സൂർ എന്നാൽ ഹുവ അത്തഫ്സീറുൽ മൻഖൂലു അനിർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവി സ്വഹാബത്തി അവി താബിഈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ടും സ്വഹാബത്തിൻ്റെ തൊട്ടും താബിഈങ്ങളെ തൊട്ടുമൊക്കെ ഉദ്ധരിക്കപ്പെടുന്ന, അവർ പറഞ്ഞതായി ഉദ്ധരിക്കപ്പെടുന്ന തഫ്സീറുകളാണ് തഫ്സീറും ബിൽ മഅ്സൂർ എന്ന് പറയുന്നത്. ഫഹുവ യശ്മലു തഫ്സീറ ഹാദിഹിൽ അജിയാലി സലാസത്തി മിൻ ഹമലത്തിൽ ഇൽമി വനഖലത്തിഹി. അപ്പോൾ ഇൽമിൻ്റെ പ്രചാരകരും ഉപാസകരുമായ ഈ മൂന്ന് വിഭാഗം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, സ്വഹാബത്ത്, താബിഈങ്ങൾ, ഇവരുടെ തഫ്സീറുകൾ ഉൾക്കൊള്ളുന്ന തഫ്സീറുകളാണ് അത്തഫ്സീറു ബിൽ മഅ്സൂർ എന്ന് പറയുന്നത്. ഫഹുവ ഇദൻ ജുസ്ഉം മിൻ ഇൽമി റിവായത്തിൽ ഹദീസ്. ചുരുക്കി പറഞ്ഞാൽ ഇത് ഹദീസ് റിവായത്തിൻ എന്ന് പറയുന്ന ഇൽമുണ്ടല്ലോ, ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നു. സവാവും കാന മർഫൂഅൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് തങ്ങളിലേക്ക് ഉയർത്തപ്പെടുന്ന ഹദീസുകളാവട്ടെ, ഔ മൗഖൂഫൻ അല സ്വഹാബി ഔ മഖ്തൂഅൻ അല താബിഈ, സ്വഹാബി പറഞ്ഞതായിട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളാവട്ടെ, അല്ലെങ്കിൽ താബിഈ പറഞ്ഞ് എന്ന് പറഞ്ഞ് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളാവട്ടെ, ഇങ്ങനെ ഏത് ഹദീസുകളാവട്ടെ ഈ പറയപ്പെട്ട മർഫൂഅോ മൗഖൂഫോ മഖ്തൂഅോ ആയ ഹദീസുകളുടെ ഭാഗമായിട്ട് വരുന്ന ഒരു തഫ്സീറാണ് അത്തഫ്സീറു ബിൽ മഅ്സൂർ. വയുഷ്തർതു ഫീഹി മാ യുഷ്തർതു ഫീ ഇൽമുൽ ഹദീസ്. അപ്പോൾ ഇൽമുൽ ഹദീസിൽ എന്തെല്ലാം നിബന്ധനകളുണ്ടോ ആ നിബന്ധനകളെല്ലാം ഇവിടെയും ബാധകമാണെന്ന് വരും. മിൻ ദവാബിത്തിൻ നഖ്ലി വസിഹത്തിഹി. എന്താണ് അവിടെ ബാധകമായ കാര്യം? നഖ്ല് ചെയ്യുമ്പോൾ, ഉദ്ധരിക്കുമ്പോൾ അവിടെ കൃത്യതകൾ വരുത്തണം. അതുപോലെ തന്നെ വസിഹത്തി, അത് സ്വഹീഹാവണം, അത് വിശ്വസിക്കാൻ പറ്റിയ വിശ്വസ്തരായ ആളുകളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടു വരുന്ന സ്വഹീഹായ റിപ്പോർട്ടുകളാവണം എന്നൊക്കെ നിബന്ധന ഉണ്ട്. അപ്പോൾ അഹമ്മുൽ മുദവനാതി തഫ്സീരിയ അല്ലത്തി സജ്ജലത്തുലന അൽ മർവിയാതി തഫ്സീരിയ. തഫ്സീരിയായിട്ടുള്ള ഇത്തരം റിവായത്തുകൾ, ഇത്തരം ഹദീസുകൾ നമുക്ക് രേഖപ്പെടുത്തി തന്നിട്ടുള്ള ചില ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. ഒന്ന് ജാമിഉ അൽ ബയാൻ ഫി തഫ്സീൽ ഖുർആൻ ലിബ്നു ജരീർ തൊബരി ഇമാമിൻ്റെ ജാമിഉൽ ബയാൻ എന്ന കിതാബ്. അതുപോലെ തന്നെ മആലിമു തൻസീൽ ലി അബി മുഹമ്മദ് ബിൻ ഹുസൈൻ അൽ ബഗവി എന്നിവരുടെ മആലിമു തൻസീൽ. മൂന്നാമത്തത് അബുല്ലൈഫ് സമർക്കന്ദിയുടെ ബഹറുൽ ഉലൂം. നാലാമത്തത് ഇബ്നു കസീർ എന്നിവരുടെ തഫ്സീറുൽ ഖുർആനിൽ അലീം എന്ന ഗ്രന്ഥം. അഞ്ചാമത്തത് സുയൂത്തി ഇമാമിൻ്റെ അദ്ദുറുൽ മൻസൂർ എന്ന ഗ്രന്ഥം. വഹുനാക്ക, ഇവിടെ മുദവനത്തുൻ ഉഖ്റ ഗൈറു ഹാദിഹി ഐളൻ, ഇതല്ലാത്ത വേറെയും ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്, ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ, ഇത്തരം തഫ്സീറും ബിൽ മഅ്സൂർ ക്രോഡീകരിച്ച ഗ്രന്ഥങ്ങൾ. അതിൽ തന്നെ കമാ അന്ന മിൻഹ മാ ജമഅ തഫ്സീറ ബിൽ മഅ്സൂരി വഹദഹു, തഫ്സീറും ബിൽ മഅ്സൂർ മാത്രം ഉൾക്കൊള്ളുന്ന ഗ്രന്ഥങ്ങളുണ്ട്, അത് മാത്രം, മറ്റൊന്നും ഉൾപ്പെടുത്താതെ. അതിലെന്താ ഉള്ളത്? ഫനക്കല തഫ്സീറ ബിൽ റിവായത്തി വൽ അസാനീദ. ഈ റിവായത്ത് കൊണ്ടുള്ള തഫ്സീർ, മുത്തനബി പറഞ്ഞതായിട്ടും സ്വഹാബിയും താബിയും പറഞ്ഞതായിട്ടുള്ള ആ റിവായത്തുകൾ മാത്രം പറയുകയും വൽ അസാനീദ, അതിൻ്റെ സനദുകൾ മാത്രം പറയുകയും ചെയ്ത ഹദീസുകൾ. എങ്ങനെ പറഞ്ഞു? അലാ തർത്തീബിൽ മുസ്ഹഫി, മുസ്ഹഫിൻ്റെ തർത്തീബ് പ്രകാരം ആദ്യം സൂറത്തുൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട ഇത്തരം റിവായത്തുകളും അതിൻ്റെ സനദുകളും, പിന്നെ സൂറത്തുൽ ബഖറ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഹദീസുകളും അതുപോലെ തന്നെ അതിൻ്റെ സനദുകളും, ഇങ്ങനെ ഈ ഓർഡറിൽ. ദൂനായി യുദ്ഖില ഫീഹി, അതിൽ പ്രവേശിപ്പിക്കാതെ ഷെയ്ഇൻ മിനൽ ഇജ്തിഹാദി അവിൽ ലുഗത്തി, ഒരു ഇജ്തിഹാദിയായിട്ട് സ്വന്തമായി ഗവേഷണം ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളോ അല്ലെങ്കിൽ ഭാഷാപരമായ കാര്യങ്ങളോ ഒന്നും ഉൾപ്പെടുത്താതെ ഇത്തരം റിവായത്തുകളും അതിൻ്റെ സനദുകളും മാത്രം പറയുന്ന കിതാബുകളുണ്ട്. അതുപോലെ എന്തില്ലാതെ ഇജ്തിഹാദുകളോ ലുഗത്തോ അല്ലെങ്കിൽ അവൻ നഹുവുമായി ബന്ധപ്പെട്ടതോ അവൽ അഹ്കാമി അല്ലെങ്കിൽ ഫിഖ്ഹിയായ വിധിവിലക്കുകളോ ഒന്നും ഉൾപ്പെടുത്താത്ത ഗ്രന്ഥങ്ങൾ. അത് ഇതുപോലെയൊക്കെ തഫ്സീർ സുയൂത്തി ഇമാമിൻ്റെ തഫ്സീർ പോലെ, അതിൽ ആ തഫ്സീറിൽ ഇത്തരം ഹദീസുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ മിൻഹ, ഇത്തരം ഗ്രന്ഥങ്ങളിലുണ്ട് മാ കാന ജാമിയൻ ലിൽ മഅ്സൂരി വൽ ഇജ്തിഹാദിൽ മഹ്മൂദി മഅൻ, മഅ്സൂറിനെയും അതുപോലെ തന്നെ സ്തുതിക്കപ്പെട്ട സ്തുത്യർഹമായ തെറ്റല്ലാത്ത ഇജ്തിഹാദുകളെയും രണ്ടും ഉൾക്കൊള്ളുന്ന ഗ്രന്ഥങ്ങളുണ്ട്. തഫ്സീർ തൊബരി ഇമാമിൻ്റെ തഫ്സീർ പോലെ. അതുപോലെ തന്നെ മിൻഹ മാ ഹദഫ അസാനിദ റിവായത്തി, ഹദീസുകൾ മാത്രം പറഞ്ഞ് റിവായത്തുകളൊന്നും പറയാതെ, റിവായത്തിൻ്റെ സനദുകൾ പറയാതെ വെറും റിവായത്ത് മാത്രം പറയുന്ന അത്തരം കിതാബുകളുമുണ്ട്. അപ്പോൾ തഫ്സീറും ബിൽ മഅ്സൂറാണ് ഒന്നാമത്തെ ഒരു വിഭാഗം. രണ്ടാമത്തത്
തഫ്സീറു ബിർ റഈ എന്ന് പറയുന്നതാണ്. ഇജ്തിഹാദ് കൊണ്ടുള്ള തഫ്സീറാണ് തഫ്സീറും ബിർ റഈ എന്ന് പറഞ്ഞാൽ. തഫ്സീറും ബിർ റഈ എന്ന് പറഞ്ഞാൽ ഹുവ അഹദു ഖിസ്മൈ തഫ്സീരി അർ റഈസൈനി, തഫ്സീറിൻ്റെ പ്രധാനപ്പെട്ട 2 ഖിസ്മിൽപ്പെട്ട ഒന്നാണ് തഫ്സീറും ബിർ റഈ. ഏതാ പ്രധാനപ്പെട്ട 2 ഖിസ്മ്? ഒന്ന് നേരത്തെ പറഞ്ഞ തഫ്സീറു ബിൽ മഅ്സൂറാണ്, മറ്റൊന്ന് തഫ്സീറും ബിർ റഈ. അപ്പോൾ പ്രധാനപ്പെട്ട 2 ഖിസ്മിൽ രണ്ടാമത്തേതാണ് തഫ്സീറും ബിർ റഈ. വയുഖാലു ലഹു അയ്ദൻ ബിൽ ഇജ്തിഹാദ്, തഫ്സീറും ബിൽ ഇജ്തിഹാദ് എന്ന പേരും ഇതിനുണ്ട്. ഈ തഫ്സീറും ബിർ റഈ തന്നെ 2 ഇനങ്ങളുണ്ട്, നൗആനിയാണ്. അൽ അവലു തഫ്സീറും ബിർ റഈൽ ജായിസ്, ഒന്ന് അനുവദനീയമായ തഫ്സീറും ബിർ റഈ ഉണ്ട്. രണ്ടാമത്തേത് തഫ്സീറും ബിർ റഈൽ മംനൂഅ്, അനുവദനീയമല്ലാത്ത തഫ്സീറും ബിർ റഈ ഉണ്ട്. വഖദ് ലഹറ തഫ്സീറു ബിർ റഈ ഫി അവ്വലിൽ ഖിലാഫത്തിൽ അബ്ബാസിയ, അബ്ബാസി ഭരണത്തിൻ്റെ ആരംഭത്തിലാണ് തഫ്സീറും ബിർ റഈൻ്റെ തുടക്കം. മഅ ബിദായത്തി ദുഹൂരിൽ അസ്ൽ അബ്ബാസി അൽ അവൽ, ആദ്യ അബ്ബാസി ഭരണകൂടത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിലാണ് ഇത് പ്രത്യക്ഷപ്പെട്ടത്. എപ്പോൾ? ഇൻദമാ കസുറത്തിൽ ഫിറഖു വൽ മദാഹിബ്, ഒരുപാട് തെറ്റായ ഖവാരിജുകളെ പോലെയുള്ള മുഅ്തസിലികളെ പോലെയുള്ള തെറ്റായ ഒരുപാട് വിഭാഗങ്ങൾ ഉടലെടുത്തപ്പോൾ. വബറസത്ത് അല സഹത്തി അല ഹറക്കാത്തുൽ ഫിക്രിയ വൽ അഖ്ലിയ, അതുപോലെ തന്നെ ചിന്താപരമായ വിശ്വാസപരമായ ധാരാളം വൈജാത്യങ്ങളുള്ള ആളുകൾ, ധാരാളം വൈജാത്യങ്ങളുള്ള പ്രസ്ഥാനങ്ങൾ മുഅ്തസിലികളെ പോലെ വഗൈരിഹിം മറ്റുള്ളവരെ പോലെ അങ്ങനത്തെ പ്രസ്ഥാനങ്ങളൊക്കെ ഉടലെടുത്ത സമയത്താണ് ഇത്തരം തഫ്സീറും ബിർ റഈ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. വമിമ്മ തജ്ദുറുൽ ഇഷാറത്തു ഇലൈഹി, ഇവിടെ സൂചിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് അന്ന തഫ്സീറുൽ ഇജ്തിഹാദിയ തഫ്സീർ ലൈസ മഅനാഹു തുർഹു തഫ്സീരി ബിൽ മഅ്സൂരി, ഈ നേരത്തെ പറഞ്ഞ തഫ്സീറും ബിൽ മഅ്സൂർ അതിനെ തീർത്തും ഒഴിവാക്കലല്ല തഫ്സീറും ബിൽ ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ. അൽ മൻഖൂൽ അൻ സലഫിൽ ഉമ്മത്തിലെ മുൻഗാമികളെ തൊട്ട് നഖൽ ചെയ്യപ്പെട്ട ഉദ്ധരിക്കപ്പെട്ട തഫ്സീറും ബിൽ മഅ്സൂറിനെ തീർത്തും ഒഴിവാക്കലല്ല, അതിനെ എടുത്തു കളയലല്ല തഫ്സീറും ബിർ റഈ. വലാകിന്ന മഅനാഹു, മറിച്ച് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അൽ ഇജ്തിഹാദു ഫി തഫ്സീരി മാ ലം യസ്ബുതു ഫീഹി മൻഖൂലുൻ സ്വഹീഹുൻ, സ്വഹീഹായ ഹദീസുകളോ മറ്റോ വരാത്ത ആയത്തുകളുണ്ടാവും, അതിൻ്റെ അർത്ഥം എന്താണ്, ആ ആയത്തിൻ്റെ അർത്ഥം എന്താണ്, അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല, പിന്നെ അതിൻ്റെ അർത്ഥം എന്താണ്, അതിനെക്കുറിച്ച് എന്ത് ചെയ്യുക, ഗവേഷണം നടത്തി അർത്ഥം കണ്ടെത്താം. ഇതിനാണ് തഫ്സീറും ബിൽ ഇജ്തിഹാദ് എന്ന് പറയാം. അപ്പോൾ അതിലെന്തില്ല, ലം യസ്ബുതു ഫീഹി മൻഖൂലുൻ സ്വഹീഹുൻ, സ്വഹീഹായ ഹദീസുകളോ വല അസറുൻ മർവിയുൻ, റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇത്തരം സഹാബത്തിൻ്റെയോ താബിഈയുടെയോ ഹദീസുകളോ ഒന്നും ഇല്ലാത്ത ആയത്തുകൾ, അവയുടെ അർത്ഥം എന്താണെന്ന് ഇജ്തിഹാദ് ചെയ്യലാണ് തഫ്സീറും ബിൽ ഇജ്തിഹാദ്. വയ്യമ്മ കാന, എങ്ങനെയായാലും ഫൈനൽ ഉലമാ ഇഖ്തലഫു ഫി ജവാദ് തഫ്സീർ ഇജ്തിഹാദി, ഈ ഇജ്തിഹാദിയ തഫ്സീർ അനുവദനീയമാണോ അല്ലേ എന്നതിൽ ഉലമായിനിടയിൽ ഭിന്ന അഭിപ്രായങ്ങളുണ്ട്. ഫദഹബ ഖൗമുൻ ഇലാ മൻഅഹി തമാമൻ, ഒരു വിഭാഗം പണ്ഡിതന്മാർ തീർത്തും പാടില്ല എന്ന് പറഞ്ഞു. ഫഖാലു, അവർ പറയാണ് ലാ യജൂസു ലി അഹദിൻ ബഅദൽ അജ്യാലി സലാസത്തി അലൂല, ആദ്യ ഈ 3 യുഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബത്തിൻ്റെയും താബിഈങ്ങളുടെയും ആ കാലഘട്ടം, അതിനുശേഷം പിന്നെ ഒരാൾക്കും അനുവദനീയമല്ല അയ്യുഫസ്സിറുൽ ഖുർആനെ തഫ്സീർ ചെയ്യാൻ അവർക്കൊന്നും അനുവദനീയമല്ല. മഹ്മാ ബലഗത്ത് മർത്തബത്തുഹു, അവൻ്റെ സ്ഥാനം എത്ര വലുതായിക്കോട്ടെ, ഇൽമിനാലുള്ള അവൻ്റെ സ്ഥാനം എത്ര ഉയർന്നാലും ശരി, അവന് തഫ്സീർ പറയാൻ പാടില്ല എന്ന് പറഞ്ഞവരുണ്ട്. വഅഖാമു അലാ ദാലിക അദില്ലത്തുൻ കസീറ, ധാരാളം തെളിവുകൾ ആ വാദത്തിന് അവർ തെളിവുകൾ ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. വദഹബ ആഖിറൂന, എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് ഇലാ നഖീദി മാ ദഹബ ഇലൈഹിൽ അവ്വലൂൻ, ആദ്യം പറഞ്ഞവർ അഭിപ്രായപ്പെട്ടതല്ല, മറ്റൊരു അഭിപ്രായത്തിലേക്കാണ് അവർ പോയത് മറ്റു ചിലർ. ഫജാസു, അന്ന് അവർ അനുവദിച്ചു ലിമൻ കാനദ ഇൽമിൻ വ ബസറിൻ, നല്ല അഗാധ ജ്ഞാനമുള്ള ആളുകളുണ്ടല്ലോ അവർക്ക് അനുവദിച്ചു കൊടുത്തു ഈ തഫ്സീർ പറയലിനെ. വ തകാമലത്ത് ഫീഹി അദവാത്തുൻ ഇൽമിയ മുഅയ്യന, നിർണ്ണയിക്കപ്പെട്ട ഇൽമുമായി ബന്ധപ്പെട്ട ചില അദാത്തുകളുണ്ട്, ചില പ്രത്യേകമായ ഇൽമുകൾ, നഹ്വ്, സർഫ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ബലാഗ തുടങ്ങിയിട്ടുള്ള ഇൽമുമായി ബന്ധപ്പെട്ട ഒരുപാട് അദാത്തുകളുണ്ട്. ഈ അദാത്തുകളൊക്കെ പരിപൂർണമായി സമ്മേളിച്ച വ്യക്തികൾക്ക് അവർ അനുവദിച്ചു കൊടുത്തു. ആ ഇജ്തിഹാദ ഫി തഫ്സീറിൽ ഇജ്തിഹാദ് ചെയ്ത് അവർക്ക് അനുവദനീയമാണ് എന്ന് അവർ അനുവദിച്ചു കൊടുത്തു. ഇങ്ങനെ 2 വിഭാഗം ആളുകളുണ്ട് ഉലമാക്കളെ കൂട്ടത്തിൽ. തീരെ പറ്റില്ല എന്ന് പറഞ്ഞവരും പറ്റുമെന്ന് പറഞ്ഞവരുണ്ട്. ഇനി ഇതിൽ തഫ്സീറു ഫിഖ്ഹിനെ കുറിച്ച് പറയാം. തഫ്സീറു ഫിഖ്ഹി എന്ന് പറഞ്ഞാൽ ഫിഖുമായി ബന്ധപ്പെട്ട തഫ്സീറുകളാണ്. അപ്പോൾ ഒന്നാമത് ഫിൽ മദ്ഹബിൽ ഹനഫി മദ്ഹബുമായി ബന്ധപ്പെട്ട ഇത്തരം ഫിഖ്ഹിയ തഫ്സീറാണ് അഹ്കാമുൽ ഖുർആൻ ലിൽ ജസ്സാസ് ഇമാമിൻ്റെ അഹ്കാമുൽ ഖുർആൻ എന്നത്. രണ്ടാമത്തത് ഫിൽ മദ്ഹബി ഷാഫി മദ്ഹബിലുള്ള തഫ്സീറുമായി ബന്ധപ്പെട്ട തഫ്സീറും ഫിഖ്ഹിയുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. ഒന്ന് കിതാബു അഹ്കാമുൽ ഖുർആൻ ലിൽ ഇമാം ഷാഫി ഇമാമിൻ്റെ അഹ്കാമുൽ ഖുർആൻ എന്ന ഗ്രന്ഥം. രണ്ടാമത്തേത് കിതാബു അഹ്കാമുൽ ഖുർആൻ
ഇൽ കിയാഹ് അൽ ഹറാസിയുടെ അഹ്കാമുൽ ഖുർആൻ എന്ന ഗ്രന്ഥം. ഇത് രചിച്ചതാരാണ്? അല്ലഫഹു അബുൽ ഹസൻ അലിബിൻ മുഹമ്മദ് ബിനു അലി അത്തൊബരി അൽ മഅറൂഫ് ബി അൽ കിയാ അൽ ഹറാസി. കിയാ ഹറാസി എന്ന പേരിൽ അറിയപ്പെടുന്ന തൊബരി ഇമാമാണ് ഈ ഗ്രന്ഥം രചിച്ചത്. പിന്നെ മദ്ഹബുൽ മാലിക്കി മദ്ഹബിലുള്ള ഗ്രന്ഥം ഒന്ന് കിതാബു അഹ്കാമുൽ ഖുർആൻ ഇബ്നുൽ അറബിയുടെ അഹ്കാമുൽ ഖുർആൻ എന്ന ഗ്രന്ഥം. അതുപോലെ തന്നെ ഖുർത്തുബി ഇമാമിൻ്റെ അൽ ജാമിഉ ലി അഹ്കാമുൽ ഖുർആൻ എന്ന ഗ്രന്ഥം. ഇനി നാലാമത് ഹംബലി മദ്ഹബിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. ഒന്ന് സാദുൽ മസീർ ലിബ്നുൽ ജൗസി. ഈ ഗ്രന്ഥമാണ് ഹംബലി മദ്ഹബിൽ ഫിഖുമായി ബന്ധപ്പെട്ട തഫ്സീർ. സ്വന്നഫ് ഹാദ തഫ്സീറ. ഈ തഫ്സീർ അദ്ദേഹം രചിച്ചത് മുഅ്തമദൻ അല ഖവായിദുൽ മൻഹജുൽ അസരി അന്നദരി ഫി തഫ്സീറിലുള്ള സൈദ്ധാന്തികവും പാരമ്പര്യവുമായി നിലനിർത്തി പോരുന്ന ആ ഒരു പ്രത്യേകമായ മൻഹജ്, ഒരു രീതി, ആ നിയമപ്രകാരം അനുസരിച്ചാണ് അദ്ദേഹം ഈ തഫ്സീർ എഴുതിയത്. വഖദ് സുന്നിഫ തഫാസീറു മിൻ ഖാരിജി ഇത്താരി അഹ്ലുസുന്നത്തി അയ്ളൻ. അഹ്ലുസുന്നത്തിൻ്റെ ബോർഡറിൻ്റെ അപ്പുറത്ത് നിന്നുകൊണ്ടും ധാരാളം ഗ്രന്ഥങ്ങൾ തഫ്സീറുമായി ബന്ധപ്പെട്ട് എഴുതപ്പെട്ടിട്ടുണ്ട്. ഒമിൻ ഹാദിൽപ്പെട്ടതാണ് ആ തഫ്സീർ ഷിയയ്യ വൽ ഇബാദിയ. ഷിയാക്കൾ എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ തഫ്സീർ, ഇബാദിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകളുടെ തഫ്സീർ. മിസൽ കിതാബി അൽ ഇർഫാൻ ഫി ഫിഖ്ഹിൽ ഖുർആൻ എന്ന ഗ്രന്ഥം ആരെഴുതിയതാണ്? ലി മിഖ്ദാദ് സുയൂരി എന്നിവരുടെ എഴുതിയ കിതാബാണ്. മിനൽ ഇമാമിയത്തിൽ ഇസ്നാഅശരിയ. ഷിയാക്കളിൽപ്പെട്ട ഇമാമിയ അൽ ഇസ്നാഅശരിയ എന്ന് പറയുന്ന വിഭാഗമുണ്ട്. അവരിൽപ്പെട്ട മിഖ്ദാദ് സുയൂരി എഴുതിയ ഗ്രന്ഥമാണ് അൽ ഇർഫാൻ ഫി ഫിഖ്ഹിൽ ഖുർആൻ. അതുപോലെ തന്നെ വഫി ഫിഖ്ഹി സൈദിയ. ഷിയാക്കളിൽപ്പെട്ട സൈദിയാക്കളുടെ എഴുതിയ അവരുടെ ഫിഖുമായി ബന്ധപ്പെട്ട തഫ്സീറുകളുണ്ട്. അതാണ് അസ്സമറാത്തുൽ യാനിയ എന്ന് പറയുന്ന തഫ്സീർ. അതുപോലെ തന്നെ അവൽ അഹ്കാമുൽ വാദിഹത്തുൽ ഖാത്തിയ എന്ന തഫ്സീർ അവരുടെ ലി യൂസുഫ് അസാലിഫി അസൈദി എഴുതിയ കിതാബ്. അതുപോലെ തന്നെ വഫി മദ്ഹബിൽ ഇബാദിയാക്കൾ എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ ആ മദ്ഹബിൽപ്പെട്ട തഫ്സീറുകളാണ് അദ്ദിറായ വ കൻസുൽ ഇനായ വ മുൻതഹൽ ഗായ വ ബുലൂഗുൽ കിഫായ ഫി തഫ്സീരി 500 ആയ എന്ന് പറയുന്ന തഫ്സീർ. ഇത് ഫി തഫ്സീരി ആയത്തുൽ അഹ്കാമി അല മദ്ഹബിൽ ഇബാദിയ മദ്ഹബ് പ്രകാരം ഈ ഫിഖ്ഹിൻ്റെ ഹുക്കുമുകൾ ചർച്ച ചെയ്യുന്ന തഫ്സീറാണിത്. ഇനി മറ്റൊരു വിഭാഗം തഫ്സീറാണ് അ തഫ്സീറുൽ ഇഷാരി എന്ന് പറയുന്നത്. ഇഷാരി ഹുവ തഅ്വീൽ ഖുർആൻ ബി ഗൈരി ലാഹിരിഹി. തഫ്സീർ ഇഷാരി എന്ന് പറഞ്ഞാൽ ഖുർആനെ അതിൽ പ്രത്യക്ഷാർത്ഥമല്ലാത്ത മറ്റ് അർത്ഥങ്ങളെ എന്ത് ചെയ്യുക, കൊടുത്ത് വ്യാഖ്യാനിക്കുന്നതിനാണ് തഫ്സീറുൽ ഇഷാരി എന്ന് പറയുക. ലി ഇഷാറത്തിൻ ഹഫിയത്തിൻ തദ്ഹറു ലി അർബാബി സുലൂക്കി വ തസവുഫ്. നല്ല സൂഫിയാക്കളായ ആളുകൾക്ക് അവർക്ക് ലാഹിറാകുന്ന, അവർക്ക് മനസ്സിലേക്ക് ഉദിക്കുന്ന പ്രത്യേകമായ ഹഫിയായ മറഞ്ഞ ചില ഇഷാറത്തുകളുണ്ടാവും, സൂചനകൾ. ആ സൂചനകളുടെ അടിസ്ഥാനത്തിൽ അവർ നൽകുന്ന തഅ്വീലുകൾക്കാണ് തഫ്സീർ ഇഷാരിയ എന്ന് പറയാം. വയുംകിനുൽ ജംഉ ബൈനഹ വ ബൈനൽ ലാഹിരി. എന്നാലോ ഈ പറയപ്പെട്ട ഇഷാരിയ തഫ്സീറുകൾക്കിടയിലും ഇനി പ്രത്യക്ഷത്തിലുള്ള തഫ്സീറുണ്ടല്ലോ, ലാഹിറായ തഫ്സീർ, ആ തഫ്സീറിനിടയിലും ജംഉ ചെയ്യാൻ പറ്റും. ഒന്നിന് ഘടകവിരുദ്ധമാവില്ല ഇഷാരിയ തഫ്സീർ. ലാഹിറായ തഫ്സീർ ഉണ്ടാകുമ്പോൾ അതിനോട് ഒത്തുനിൽക്കുന്ന, അതിനോട് എതിരാവാത്ത തഫ്സീർ ആയിരിക്കും തഫ്സീർ ഇഷാരിയ. അങ്ങനെ ആവണം ഉണ്ടാവേണ്ടത്. അപ്പോൾ യുംകിനുൽ ജംഉ ബൈനഹ വ ബൈനൽ ലാഹിരി വൽ മുറാദി അയ്ളൻ. ലാഹിറായ അർത്ഥവും ലാഹിറായ ഉദ്ദേശം, അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യാൻ പറ്റണം? നമ്മൾ ജംഉ ചെയ്യാൻ പറ്റണം, ഒരുമിച്ച് കൂട്ടാൻ പറ്റണം. ഒന്നും പരസ്പരം വിരുദ്ധമാവരുത്. ഇഷാരിയ തഫ്സീറും ലാഹിറ തഫ്സീറും വിരുദ്ധമാവരുത്. വഖദ് ഇഖ്തലഫൽ ഉലമാഉ ഫി തഫ്സീൽ മദ്കൂർ. ഈ പറയപ്പെട്ട ഇഷാരിയ തഫ്സീർ ഇതിൽ ഉലമാക്കൾ വിഭിന്ന അഭിപ്രായക്കാരാണ്. ഫമിൻഹും മൻ അജാസഹു, അത് അനുവദിച്ചവരുണ്ട്, ഈ ഇഷാരിയ തഫ്സീർ പറ്റുമെന്ന് പറഞ്ഞവരുണ്ട്. ഫമിൻഹും മൻ മനഅഹു, അത് പാടില്ല എന്ന് പറഞ്ഞവരുണ്ട്. വയിലേക്ക് ഷൈഅ മിൻ അഖ്വാലിൽ ഉലമാക്കളുടെ ചില കൗലുകൾ, അവർ പറഞ്ഞ അഭിപ്രായങ്ങൾ ഞാൻ നിനക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞുതരാം. ഇതിനുവേണ്ടി ഇത് താരിഫ വജൽ ഹഖ് ഫി ദാലിക, ഇതിലെ യഥാർത്ഥ ഹക്കായ റൂട്ട് എന്താണ് എന്ന് നീ തന്നെ മനസ്സിലാക്കിക്കോ. അതിനു വേണ്ടി ഉലമാക്കൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. കാരണം സർക്കശി ഇമാം പറയാണ് ഫിൽ ബുർഹാൻ, അൽ ബുർഹാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കിതാബിൽ അദ്ദേഹം പറയാണ്, എന്താ പറയുന്നത്? കലാമു സൂഫിയത്തി ഫി തഫ്സീർ ഖുർആൻ. ഖുർആനെ തഫ്സീർ ചെയ്യുന്നതിൽ സൂഫിയാക്കളായ ആളുകൾ പറയുന്ന ചില കലാമുകൾ, അവർക്ക് ഇഷാരിയായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കീഴെ പറയപ്പെട്ടിരിക്കുന്നു. ഇന്നഹു ലൈസ ബി തഫ്സീർ, അത് തഫ്സീർ അല്ല എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. പിന്നെ എന്താണ്? വ ഇന്നമാഹുവ മആനിൻ വ മവാജീദു യജിദൂനഹ എന്റെ തിലാവത്ത്. അത് ഈ സൂഫിയാക്കളായ ആളുകൾ അവർ ഖുർആൻ ഓതുന്ന സമയത്ത് അവർക്ക് വരുന്ന ചില ഉത്ബോധനങ്ങൾ, അവർക്ക് വരുന്ന ചില ബോധനങ്ങൾ അത് അവരെന്ത് ചെയ്യാണ്, പറയുകയാണ്. ഏതുപോലെ? ഒരു ഉദാഹരണം, കൗലി ബാലിയും, ചില സൂഫിയാക്കളായ ആളുകൾപ്പെട്ട ഒരാൾ പറഞ്ഞു ഫി കൗലി തആല, അല്ലാഹു തആലയുടെ കൗലിനെ സംബന്ധിച്ച്. ഏത് കൗല്? യാ അയ്യുഹല്ലദീന ആമനൂ ഖാതിലുല്ലദീന യലൂനകും മിനൽ കുഫാർ. ഓ മിനീങ്ങളെ,
കാത്തിലു നിങ്ങൾ യുദ്ധം ചെയ്യുവിൻ, ഒരു യുദ്ധവേളയിലാണ് സന്ദർഭം, നിങ്ങൾ യുദ്ധം ചെയ്യുവിൻ അല്ലതിന് ഒരു കൂട്ടരോട് യലൂനക്കും നിങ്ങളോട് അടുത്തുള്ള ആളുകളോട് മിനൽ കുഫാർ കുഫാറിൽ നിന്ന് നിങ്ങളോട് അടുത്തുള്ള ആളുകളോട് നിങ്ങൾ യുദ്ധം ചെയ്യുവിൻ. ഈ ആയത്തിനെ പറ്റി സൂഫി പറയാണ് ഇന്നൽ മുറാദ അൻ നഫ്സു, ഇവിടെ ഈ കുഫാറോട് ഉദ്ദേശം എന്താണ്? നഫ്സാണ്, സ്വന്തം നഫ്സാണ് ഉദ്ദേശം. അപ്പോൾ സ്വന്തം നഫ്സിനോട് യുദ്ധം ചെയ്യൂ എന്നാണ് ഇവിടെ പറയുന്നത്. യുരീദൂന അന്ന ഇല്ലത്തിൽ അമരി ബിഖ്താലി മൈ യലീന ഹിയൽ ഖുർബു. അപ്പോൾ അടുത്തുള്ളവരോട് യുദ്ധം ചെയ്യാൻ പറയുമ്പോൾ അതിനുള്ള കാരണം എന്താ? അടുത്തായതാണല്ലോ. അപ്പോൾ അഖ്റബു ഷൈഇൻ ഇലൽ ഇൻസാൻ നഫ്സു, ഒരാളോട് തൊട്ടടുത്തുള്ള എന്താണ്? സ്വന്തം നഫ്സാണല്ലോ. അപ്പോൾ സ്വന്തം നഫ്സിനോട് യുദ്ധം ചെയ്യൂ. സ്വന്തം നഫ്സിനോട് യുദ്ധം ചെയ്യൽ സ്വന്തം നഫ്സിന് ദേഹച്ചക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ട് മറ്റൊക്കെ ആയിരിക്കും. അങ്ങനെ എന്ത് ചെയ്യൂ? യുദ്ധം ചെയ്യുവിൻ എന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥമെന്ന് ഒരു സൂഫി പറഞ്ഞു. അപ്പോൾ ഇതൊന്നും ഈ ആയത്തിൻ്റെ തഫ്സീർ എന്ന് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. മറിച്ച് ആ ആയത്ത് ഓതുമ്പോൾ അവരുടെ ആ അർത്ഥമനുസരിച്ച് അവർക്ക് മനസ്സിലാകുന്ന ചില ബോധ്യങ്ങളുണ്ട്. ആ ബോധ്യങ്ങൾ അതിന് പറയണം, അത്രേ ഉള്ളൂ. അതൊന്നും തഫ്സീറല്ല എന്നാണ് ദർക്കശ് ഇമാമിൻ്റെ നിലപാട്. ഇനി ഖാല ഇമാമുൻ നസഫിയു ഫി അഖായിദിഹി, നസഫി ഇമാം തൻ്റെ അഖീദയുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞു അൻ നുസൂസു അലാ ലവാഹിരിഹ, എല്ലാ കിതാബ് നസ്സുകൾ എന്ന് പറഞ്ഞാൽ ഇബാറത്തുകൾ, ഈ ഖുർആൻ്റെയും ഹദീസിൻ്റെ ഒക്കെ ആ ഇബാറത്തുകൾ, ഇത് അലാ ലവാഹിരിഹ അതിൻ്റെ പ്രത്യക്ഷമായ അർത്ഥത്തിനാണ് കൽപ്പിക്കേണ്ടത്. വൽ ഉദൂലു അൻഹ, ആ പ്രത്യക്ഷ അർത്ഥത്തിന് തെറ്റിപ്പോവൽ, ഇല മആനിൻ യദ്ഇഹ അഹ്ലുൽ ബത്തിൽ, ഈ ബാത്തിലിൻ്റെ ആളുകൾ, തെറ്റായ വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകൾ, അവർ വാദിക്കുന്ന മറ്റു ചില അർത്ഥങ്ങളിലേക്ക് ഈ ലാഹിറായ അർത്ഥത്തിൽ നിന്ന് മാറ്റി മറ്റു ചില അർത്ഥങ്ങൾ വെച്ചു കൊടുക്കുന്നത് ഇൽഹാദുൻ, അത് ഒരു തരം നിരീശ്വരവാദത്തിന് തുല്യമാണ്, ഇൽഹാദാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി കാല തഫ്താസാനി യുഫി ഷറഹിഹി, തഫ്താസാനി ഇമാം ഇതിൻ്റെ ഷറഹിൽ പറയാണ്, നസഫി ഇമാമിൻ്റെ ഈ ഷറഹിൽ തഫ്താസാനി ഇമാം പറയാണ് സുമ്യത്തുൽ മലാഹിദത്തു ബാത്തിനിയ, നിരീശ്വരവാദികളെക്കുറിച്ച് ബാത്തിനിയ എന്ന് പറയാൻ കാരണം ലിദ്യാഹിം അവർ വാദിച്ചതിന് വേണ്ടിയാണ് അന നുസൂസ ലേസത്ത് അലാ ലാഹിരിഹ, ഈ ഖുർആൻ്റെയും മറ്റൊക്കെ നസ്സുകൾ ആയത്തുകൾ ലേസത്ത് അലാ ലാഹിരിഹ അതിൻ്റെ പ്രത്യക്ഷമായ അർത്ഥത്തിനല്ല കൽപ്പിക്കേണ്ടത് എന്ന് അവർ പറഞ്ഞു. മറിച്ചോ വല്ലഹ മആനിൻ ലാ യഅരിഫുഹ ഇല്ലൽ മുഅല്ലിമു, മറിച്ചെന്തുണ്ട്? ഇതിനൊക്കെ വേറെ അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥങ്ങൾ ലാ യഅരിഫുഹ ഇല്ലൽ മുഅല്ലിം, അൽ മുഅല്ലിം അല്ലാതെ ഇതിൻ്റെ അർത്ഥം അറിയില്ല. അപ്പോൾ അൽ മുഅല്ലിമിന് മാത്രം അറിയുന്ന അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥങ്ങളാണ് ആയത്തിനും ഹദീസിനൊക്കെ വെച്ചു കൊടുക്കേണ്ടത് എന്നവർ പറഞ്ഞു. അതുകൊണ്ടാണ് അവർക്ക് ബാത്തിനിയ, ഈ ലാഹിറായ അർത്ഥത്തെ തീർത്തും നിഷേധിച്ച ആളുകളായതുകൊണ്ട് ബാത്തിനിയത്ത് എന്ന് പേര് വന്നു. അപ്പോൾ കസ്തൂം ബിദാലിക്ക, ഈ പറഞ്ഞതുകൊണ്ട് അവരുടെ ഉദ്ദേശം എന്താണ്? നഫ്യു ശരീഅത്തി ബിൽക്കുല്ലിയ, ശരീഅത്തിനെ തന്നെ തീർത്തും നിഷേധിക്കലാണ് ഇതുകൊണ്ട് അവരുടെ ഉദ്ദേശം. കാരണം ലാഹിറായ അർത്ഥമല്ല, സൊല്ലു എന്ന് പറഞ്ഞാൽ നിസ്കരിക്കൂ എന്നല്ല അർത്ഥം എന്നൊക്കെ പറയുമ്പോൾ, ലാഹിറായ അർത്ഥം അല്ല എന്ന് പറയുമ്പോൾ ഒരു ശരീഅത്തിനെ തന്നെ നിഷേധിക്കലാണ് ഒരു ഉദ്ദേശിക്കുന്നത്. ഖാല വഅമ്മ മാ യദ്ഹബു ഇലൈഹി ബഅദുൽ മുഹഖിഖീൻ, തഫ്താസാനിമൻ പറയാണ്, അതേ സമയത്ത് മുഹഖിഖീങ്ങളിൽപ്പെട്ട ചില നല്ല അഗാധമായ ജ്ഞാനമുള്ള പണ്ഡിതന്മാർ അവർ പറഞ്ഞ ചില അഭിപ്രായങ്ങൾ എന്താ അവർ പറഞ്ഞത്? മിൻ അന നുസൂസ അലാ ലവാഹിരിഹ വമാ ദാലിക ഫഫീഹ ഇശാറത്തുൻ ഖഫിയ്യ ഇലാ ദഖായിക തൻകശിഫു ലി അർബാബി സുലൂക് യുംകിനു തൗഫീഖു ബൈനഹ വബൈന ലവാഹിരിൽ മുറാദത്തി ഫഹുവ മിൻ കമാലിൽ ഈമാൻ വമഹ്ലുൽ ഇർഫാൻ. സൂഫിയാക്കൾ പറയാണ് മാ യദ്ഹബു ഇലൈഹി ബഅദുൽ അന്ന നുസൂസ അലാ ലവാഹിരിഹ, ഓരോ നസ്സുകളും ആയത്തുകളൊക്കെ അലാ ലവാഹി അതിൻ്റെ പ്രത്യക്ഷമായ അർത്ഥത്തിനാണ് കൽപ്പിക്കേണ്ടത്. ഒമന താലിക്ക, അതോടൊപ്പം ഫഫിഹ ഈ ഖുർആനിലുണ്ട്, നസ്സുകളിലുണ്ട് ഇഷാറാത്തുൻ ഹഫിയത്തുൻ ഇല ദഖായിക്ക, ചില പോയിന്റുകളിലേക്കുള്ള ഹഫിയായ മറഞ്ഞ ചില സൂചനകളിലുണ്ട്. തങ്കശിപുരി അർബാബി സുലൂക്ക്, അത് സൂഫിയാക്കളായ ആളുകൾക്ക് മനസ്സിലാകുന്ന, അവർക്ക് വെളിവാകുന്ന ചില സൂചനകളിലുണ്ട്. യുമിക്കിൻ തൗഫീഖു ബൈനഹ വബൈന ലവാഹിരി, ഈ ഇഷാരിയായിട്ട് കിട്ടുന്ന ഈ സൂഫിയാക്കൾക്ക് കിട്ടുന്ന ഈ അർത്ഥവും ലാഹിറായ അർത്ഥവും തമ്മിൽ പരസ്പരം എന്ത് ചെയ്യാൻ പറ്റും? തൗഫീഖ് പറ്റും. തൗഫീഖിനെ പരസ്പരം യോജിപ്പിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും മറ്റൊന്നിന് വിരുദ്ധമാവില്ല എന്ന് പറഞ്ഞ മുഹഖിഖീങ്ങളായ ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നസ്സുകൾ അതിൻ്റെ ലാഹിറായ അർത്ഥത്തിന് വെച്ചു കൊടുക്കണം, എന്നാലോ അതിലെന്തുണ്ട്? ചില ഇഷാരിയ അർത്ഥങ്ങളുണ്ട്. ആ ഇഷാരിയ അർത്ഥങ്ങളും ലാഹിറായ അർത്ഥങ്ങളും തമ്മിൽ എന്തുണ്ട്? യോജിപ്പിക്കാൻ പറ്റിയ ആ ഇഷാരിയ അർത്ഥങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞത് ഫഹു മിൻ കമാലിൽ ഈമാൻ, അത് ഈമാൻ്റെ കമാലിൽപ്പെട്ടതാണ്. ഓ മഹലുൽ ഇർഫാൻ, കറകളഞ്ഞ അറിവിൽപ്പെട്ടതാണ്, ഇർഫാനിൽ മഅരിഫത്തിൽപ്പെട്ടതാണ്. അപ്പോൾ എന്ത് ചെയ്യണില്ല? ലാഹിറായ അർത്ഥത്തെ നിഷേധിക്കാതെ ലാഹിറായ അർത്ഥം ഉണ്ട് എന്ന് സമ്മതിച്ചുകൊണ്ട് അതിനോട് യോജിച്ച ഇഷാരിയ മാനകൾ എന്ത് ചെയ്യുക? വെച്ചു കൊടുക്കുക. അതിനിപ്പോൾ ഇതിലില്ല എന്നർത്ഥം. അപ്പോൾ വമിൻ ഹുന യുഅലമുൽ ഫർഖു ബൈന തഫ്സീർ സൂഫിയത്തി,
അല്ല മുസമ്മാബി തഫ്സീർ ഇഷാരി. അപ്പോൾ സൂഫിയാക്കളുടെ തഫ്സീർ എന്നറിയപ്പെടുന്ന ആ തഫ്സീറുൽ ഇഷാരി എന്ന പേരിൽ അറിയപ്പെടുന്ന സൂഫിയാക്കളുടെ തഫ്സീറിൻ്റെയും ഒബൈന തഫ്സീർ ബാത്തിനിയത്തിൽ മലാഹിദത്തിൻ്റെ തഫ്സീറും ബാത്തിനിയ, നിരീശ്വരവാദികളുടെ തഫ്സീറും ബാത്തിനിയ, ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലായിപ്പോൾ. എന്താ കാരണം? അപ്പോൾ സൂഫിയത്തു ലാ യംനഊന ഇറാദത്ത് ലാഹിരി. കാരണം സൂഫിയാക്കൾ എന്ത് ചെയ്യുന്നില്ല? ലാഹിറായ അർത്ഥം ഉദ്ദേശിക്കുന്ന തടയുന്നില്ല. മറിച്ച് ലാഹിറായ അർത്ഥം ഉദ്ദേശിക്കുന്നതോടൊപ്പം ബൽ യഹുദ്ദൂന അലൈഹി, ലാഹിറായ അർത്ഥം വെക്കാൻ അവർ പ്രോത്സാഹിപ്പിക്കുക ചെയ്യണത്. പിന്നെയോ ലാഹിറായ അർത്ഥം വെക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം വയഖൂലൂന, അവർ പറയുകയാണെന്ത് ലാ ബുദ്ധ മിൻഹു അവ്വലൻ എന്ന് മാത്രമല്ല, അവർ പറയാണ് ഈ ലാഹിറായ അർത്ഥം വെച്ചേ പറ്റൂ, ലാഹിറായ അർത്ഥം വെക്ക് നിർബന്ധമാണെന്ന് അവർ പറയാണ്. ഇത് കാരണം മനിദ്ദഅ ഫഹ്മ അസ്റാറുൽ ഖുർആൻ വലം യുഹ്കിമുൽ ലാഹിറ, ഖുർആൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാകുന്നു എന്ന് വാദിക്കുകയും എന്നാലോ ലാഹിറായ അർത്ഥം അത് അറിയാതിരിക്കുകയും ചെയ്യുന്ന ആൾ. അത് ഏതുപോലെയാണ്? കമനിദ്ദഅ ബുലുഗ സത്ഹുൽ ബൈത്തി ഖബല അൻ യുജാവിസുൽ ബാബ, ഒരു വീടിൻ്റെ മേൽക്കൂരയിൽ എത്തിപ്പെട്ടു, എന്നാലോ ആ വാതിൽ വിട്ട് കടന്നിട്ടില്ല, എന്നാലോ രണ്ടാം തട്ടിലും മൂന്നാം തട്ടിലും എത്തി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. ഇതുപോലെയാണ് എന്നാണ് സൂഫിയാക്കൾ പറയണത്. അപ്പോൾ ലാഹിറായ അർത്ഥം സമ്മതിക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം? ഇഷാരിയ അർത്ഥം ഇങ്ങനെ ഉണ്ട് എന്നും പറയുമ്പോഴാണ് അത് സൂഫിയാക്കളുടെ തഫ്സീറാവാം. ബാത്തിനിയത്ത് അങ്ങനെയല്ല. ഫൈനും യക്കൂലുന, ബാത്തിനിയത്ത് പറയുന്നത് ഇന്ന ലാഹിറ ഗൈറു മുറാദിൻ, ഇവിടെ ലാഹിറായ അർത്ഥം ഉദ്ദേശം തന്നെ ഇല്ല, അസലും തീരെ തന്നെ ഉദ്ദേശമില്ല. വൈന്നമൽ മുറാദു അൽ ബാത്തിനു, ബാത്തിന് മാത്രമേ ഉദ്ദേശമുള്ളൂ എന്നാണ് ബാത്തിനിയാക്കളാകുന്ന നിരീശ്വരവാദികൾ പറയുന്നത്. അപ്പോൾ കസ്തൂം നഫിയു ശരിയ, ശരീരത്തിനെ തന്നെ തീർത്തും നിഷേധിക്കലാണ് അവരുടെ ഉദ്ദേശം. വനക്കൽ ഇമാം അസുയൂത്തുയു ഫിൽ ഇത്ഖാൻ, സുയൂത്ത് ഇമാം ഇത്ഖാൻ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചു അൻ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളെ തൊട്ട് ഫി ലതായിഫിൽ മിനൻ മാ നസ്സുഹു, ലതായിഫിൽ മിനൻ ഗ്രന്ഥത്തിൻ്റെ പേര്, ആ ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുകയാണ്. ഇഴലം അന്ന തഫ്സീറ ഹാദിഹി ത്വായിഫത്തി ലി കലാമില്ലാഹി വ കലാമി റസൂലിഹി ബിൽ മആനിൽ ഗരീബത്തി ലൈസ ഇഹാലത്തൻ ലില്ലാഹിരി അൻ ലാഹിരിഹി. ഇഴലം അന്ന തഫ്സീറ ഹാദിഹി ത്വായിഫത്തി, ഈ സൂഫിയാക്കളാകുന്ന ആളുകളുടെ തഫ്സീറുകൾ ഈ കലാമില്ലാഹി വ കലാമി റസൂലിഹി, അള്ളാഹുവിൻ്റെ കലാമിനെയും റസൂലിൻ്റെ കലാമിനെയും സൂഫിയാക്കളായ ആളുകൾ തഫ്സീർ പറയുന്ന ആ തഫ്സീറുകൾ എങ്ങനെ തഫ്സീർ പറയൽ? ബിൽ മആനിൽ ഗരീബത്തി, പെട്ടെന്ന് നമ്മളൊന്നും കേൾക്കാത്ത ഗരീബായ വിചിത്രമായ അർത്ഥങ്ങൾ വെച്ചുകൊണ്ടുള്ള തഫ്സീറുകൾ. ലൈസ ഇഹാലത്തൻ ലില്ലാഹിരി, അത് ലാഹിറായ അർത്ഥത്തെ തീർത്തും നിഷേധിക്കലൊന്നല്ല, അത് ലാഹിറിനെ തൊട്ട് നിഷേധിക്കലല്ല. വലാക്കിൻ മറിച്ച് ലാഹിറുൽ ആയത്തി മഫ്ഹൂമു മിൻഹു മാ ജാഅത്തിൽ ആയത്തു ലഹു വദല്ലത്തു അലൈഹി ഫി ഉറുഫുൽ ലിസാനി, യഥാർത്ഥ ഭാഷാർത്ഥം വെച്ച് നോക്കുമ്പോൾ ഈ ആയത്ത് ഏതൊരു അർത്ഥത്തിന് മേലാണോ അറിയിക്കുന്നതെങ്കിൽ ആ ലാഹിറായ അർത്ഥം അതും ഉദ്ദേശം തന്നെയാണ്. പക്ഷേ വലഹു മഫ്ഹമുൻ ബാത്തിനത്തുൻ, ഈ സൂഫിയാക്കളായ ആളുകൾക്ക് ബാത്തിനിയായിട്ടുള്ള ചില ഫഹമുകളുണ്ട്, ചില ബോധ്യങ്ങളുണ്ട്. തഫ്ഹുമു ഇൻദൽ ആയത്തി, അതെന്ത് ചെയ്യും? ഈ ആയത്ത് ഓതുമ്പോൾ അവർക്ക് മനസ്സിലാകുന്ന മറ്റ് ബാത്തിനിയായ ചില ഫഹമുകൾ കൂടെ ഉണ്ട്. പല ഹദീസിൻ്റെ സമയത്തും ഹദീസ് പാരായണം ചെയ്യുമ്പോഴും അവർക്ക് പ്രത്യേകമായ ചില ബോധ്യങ്ങൾ അവർക്ക് വരും. ലാഹിറായ അർത്ഥം അതിന് നിഷേധിക്കലല്ല, ലാഹിറായ അർത്ഥം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ എന്തുണ്ട്? ഈ ആയത്തുകളോ ഹദീസുകളോ ഓതുമ്പോൾ പ്രത്യേകമായ ചില ബോധ്യങ്ങൾ അവർക്ക് വരും. ആർക്കാണത് വരാ? ലിമൻ ഫതഹ അല്ലാഹു ഖൽബഹു, അല്ലാഹു തആല ഹൃദയം തുറന്നു കൊടുത്തു സൂഫിയാക്കൾക്ക്. വഖദ് ജാഅ ഫിൽ ഹദീസിൽ തന്നെ വന്നിട്ടുണ്ടല്ലോ, ലി കുല്ലി ആയത്തിൻ ലഹ്റുൻ വ ബത്നുൻ, എല്ലാ ആയത്തിനും ലഹ്റും ബത്നും ഉണ്ട്. ലഹ്റ് എന്ന് പറഞ്ഞാൽ ലാഹിറായ അർത്ഥം, ബത്നു എന്ന് പറഞ്ഞാൽ ബാത്തിനിയായ അർത്ഥം, ഇങ്ങനെ രണ്ടും ഉണ്ട് എന്ന് ഹദീസിൽ തന്നെ വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഫലാ യസുദ്ദന്നക അൻ തലഖി ഹാദിഹിൽ മആനി മിൻഹും, ഈ സൂഫിയാക്കളിൽ നിന്ന് ഇത്തരം ഇഷാരിയായ മാനകൾ, ആ മാനകൾ സ്വീകരിക്കല തൊട്ട് നിന്നെ തടയണ്ട. അയ്യക്കൂല ലക ദൂ ജദലിൻ വ മുആറദത്തിൻ, തർക്കിക്കാനും മറ്റും വരുന്ന ആൾ നിന്നോട് പറയൽ എന്ത്? ഹാദാ ഇഹാലത്തുൻ ലി കലാമില്ലാഹി വ കലാമി റസൂലി, ഇത് അള്ളാഹിൻ്റെ കലാമിനെയും അള്ളാഹിൻ്റെ റസൂലിൻ്റെ കലാമിനെയും അത് എന്ത് തെറ്റാണ്, ബാത്തിലാക്കലാണല്ലോ. ഫലൈസ ദാലിക് എന്ന് പറഞ്ഞു വരുന്ന ആളുകളുടെ വാക്ക് നിന്നെന്തെയ്യണ്ട? തടയണ്ട. ഈ സൂഫിയാക്കളുടെ വാക്ക് സ്വീകരിക്കലും തൊട്ട് അവരുടെ തഫ്സീർ സ്വീകരിക്കലും തൊട്ട് നിന്നെ തടയണ്ട. കാരണം ഫലൈസ ദാലിക ബി ഇഹാലത്തിൻ, ഇത് ഇഹാലത്ത് അല്ല, ലാഹിറായ അർത്ഥത്തിന് നിഷേധിക്കലൊന്നും അല്ല. മറിച്ച് വൈന്നമ യകൂനു ഇഹാലത്തൻ ലൗ കാലു, ഇത് ലാഹിറായ അർത്ഥത്തിന് നിഷേധിക്കലൊക്കെ എപ്പോഴും വരിക? അവർ പറഞ്ഞാലാണ്. ലാ മഅനാലിൽ ആയത്തി ഇല്ലാ ഹാദാ, ഞങ്ങളീ പറയുന്ന ഇഷാരിയായ ഈ അർത്ഥം ഇത് മാത്രമേ ഉദ്ദേശമുള്ളൂ എന്ന് പറയുമ്പോഴാണ് അത് ഇഹാലത്താവുക. ഫഹും യഖൂലൂന ദാലിക, സൂഫിയാക്കളായ ആളുകളാണെങ്കിലോ അവർ
ഈ അർത്ഥം പറയുന്നതോടൊപ്പം ബൽ യുക്കരിറൂൻ ലവാഹിറായ അർത്ഥം സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ലവാഹിറിനെ ലവാഹിറിൻ്റെ മേൽ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. മുറാദം ബിഹ മോദു ആത്തിഹ, അതിന് വെക്കപ്പെട്ട അർത്ഥം ഉദ്ദേശിക്കപ്പെട്ടുകൊണ്ട്. വയഫ്ഹമൂൻ അനില്ലാഹി മാ അൽഹമഹും, എന്നാലോ അള്ളാഹുവിനെ തൊട്ട് അവരെന്ത് ചെയ്യുന്നു, അള്ളാഹു താല അവർക്ക് തോന്നിപ്പിച്ചു കൊടുക്കുന്ന ചില പ്രത്യേകമായ ഇഷാറത്തുകൾ അവർ മനസ്സിലാക്കുകയും ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. അല്ലാതെ ലാഹിറായ അർത്ഥം തീരെ ഉദ്ദേശമില്ല എന്ന് വരുന്നില്ല. അഹമ്മു കുതുബ് തഫ്സീർ ഇഷാരി, അഹമ്മു കുതുബ് തഫ്സീർ ഇഷാരി, ഇനി ഇഷാരിയായ തഫ്സീറുകൾ എഴുതപ്പെട്ട പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ. ഒന്ന് തഫ്സീറുൽ ജീലാനി ഷെയ്ഖുൽ ഇമാം മുഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, മുഹിദ്ദീൻ ഷെയ്ഖിൻ്റെ തഫ്സീറുൽ ജീലാനി എന്നറിയപ്പെടുന്ന തഫ്സീർ. മറ്റൊന്ന് നിസാമുദ്ദീൻ നൈസാബൂരിയുടെ തഫ്സീർ ഖറായിബുൽ ഖുർആൻ വ റഗായിബുൽ ഫുർഖാൻ എന്ന ഗ്രന്ഥം. മറ്റൊന്ന് ഇമാം അബുൽ ഖാസിമുൽ ഖുശൈരിയുടെ തഫ്സീറു ലതായിഫുൽ ഇഷാറാത്തി എന്ന ഗ്രന്ഥം. മറ്റൊന്ന് തഫ്സീർ ഖുർആനിൽ അലീം എന്ന ഗ്രന്ഥം ഇമാം സഹ്റു തുസ്തുരിയുടെ. മറ്റൊന്ന് ഇസ്മായിൽ ഹിഖി അൽ ബറൂസവിയുടെ തഫ്സീർ റൂഹിൽ ബയാൻ എന്ന ഗ്രന്ഥം. മറ്റൊന്ന് ഇമാം മുഹിദ്ദീൻ ഇബ്നു അറബിയുടെ തഫ്സീർ ഖുർആൻ കരീം എന്ന ഗ്രന്ഥം. ഈ തഫ്സീർ അഹ്ലുൽ കലാം. കുല്ലു ഇൻസാനിൻ തഗ്ലിബു അലൈഹി നസ്അത്തുഹു ഫി കിതാബത്തി, ഓരോ ആളുകൾക്കും എഴുത്തിൽ ഉള്ള നൈപുണ്യം ഉണ്ടാവാറുണ്ട്, ചില ആളുകൾക്കൊക്കെ. വ തലുഹു അഖീദത്തുഹു മിൻ ഖിലാലി തഅലീഫി, അവരുടെ ഗ്രന്ഥങ്ങളിൽ അവരുടെ വിശ്വാസം എന്താണെന്ന് ചിലപ്പം പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. വ തഹദീസി, അവരുടെ വർത്തമാനങ്ങളിൽ നിന്നൊക്കെ. കമാ കുൽന, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. വദാലിക ഹുവ ശഅ്നു ഫി ഉലമാഇൽ കലാമി, ഇതാണ് വിശ്വാസപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്ത ഉലമാക്കളുടെ ശഅ്ൻ. അങ്ങനെയാണ്. ഹീന തസദ്ദഉ തഫ്സീരി കിതാബില്ലാഹി, അള്ളാഹിൻ്റെ കിതാബിലേക്ക് അവർ തഫ്സീർ പറയാൻ തുനിഞ്ഞിറങ്ങുമ്പോൾ അവിടെ സുന്നി വിശ്വാസം വെച്ച് പുലർത്തുന്നവൻ ലാഹത്തു അല തഫ്സീരിഹി അൻവാറു അഹ്ലുസുന്ന, അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ അഹ്ലുസുന്നത്തിൻ്റെ പ്രകാശം അലയടിക്കും. വൽ മുഅ്തസിലി വിശ്വാസം വെച്ച് പുലർത്തുന്നവനോ ഫാഹത്ത് മിൻ ജവാനിബി ബയാനിഹി, അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൽ നിന്ന് അടിച്ചു വീശും. റവാഇഹുൽ ഇഴ്തിസാൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ആ സ്മെല്ല് അടിച്ചു വീശും. വ ഷിയായ വിശ്വാസപ്രകാരം വെച്ച് പുലർത്തുന്ന വ്യക്തിയാവുമ്പോൾ ഹബ്ബത്ത് മിൻ നവാഹി തഅ്വീലിഹി, അദ്ദേഹത്തിൻ്റെ തഅ്വീലിൽ നിന്ന് ആഞ്ഞടിക്കും. ഇരിഹു തശയ്യുഇ, ഈ തശയ്യുഇ എന്ന് പറയുന്ന ആ ഷിയാ വിശ്വാസത്തിൻ്റെ കാറ്റ് ആഞ്ഞടിക്കും. വഹക്കഥ. പക്ഷേ ബൈദ അനിൽ ഫറഖ ബൈനഹും കബീറുൻ, വ്യത്യാസം ഉണ്ടാവും. ഇങ്ങനെ ഒക്കെ ആണെങ്കിലും എഴുത്തുകളിൽ നിന്ന് അവരുടെ വിശ്വാസം അലയടിക്കുമെങ്കിലും വ്യത്യാസങ്ങളുണ്ട്. എന്തിൽ ഫി തഅസ്സുബി വൽ ഖസ്ത്, ചിലർ വളരെ പക്ഷപാതത്തോടുകൂടെ പറയുന്നവരുണ്ടാവും, ചിലർ മാന്യമായി പറയുന്നവരുണ്ടാവും. അഫിൽ ഈജാദി വൽ ബസ്ത്, അതായത് ചിലർ ഈജാദായിട്ട് വളരെ ചുരുക്കി പറയുന്നവരുണ്ടാവും, ചിലർ ബസ്ത് ചെയ്ത് വിശദീകരിച്ച് പറയുന്നവരുണ്ടാവും, ഒക്കെ ഉണ്ടാവും. കാരണം സമഖ്ശരിയു ഫി ഇഴ്തിസാലി മുഖ്തസിദൻ മുസ്തഖ്ഫിയൻ, സമഖ്ശരി ഇമാമ് തൻ്റെ ഇഴ്തിസാലി വിശ്വാസത്തിൽ മുഖ്തസിദായിരുന്നു, അങ്ങനെ ഒരു മാന്യമായിട്ട് പറയുന്ന ആളാണ്. മുസ്തഖ്ഫിയൻ, ഉള്ളിൽ കൂടെ മറച്ച് പറയുന്ന ആളാണ്, വ്യക്തമായിട്ട് അങ്ങനെ എന്താവില്ല, വാദോരാതെ പറയില്ല, എല്ലാം സൂചിപ്പിച്ച് മാത്രം പറയുന്ന ആളാണ്. വക്കാന ഖാലി അബ്ദുൽ ജബ്ബാർ, അതേ സമയത്ത് മുഅ്തസിലിയായ അബ്ദുൽ ജബ്ബാർ ഖാലി അവരായിരുന്നു മുത്തഅസ്സിബൻ, നല്ല പക്ഷപാതം കാണിക്കുന്ന ആളും, മുസ്തഅലിനൻ, കാര്യങ്ങളൊക്കെ വെട്ടിത്തുറന്ന് പറയുന്ന ആളും, അദ്ദേഹത്തിൻ്റെ വിശ്വാസം എന്താണെന്ന് വെട്ടിത്തുറന്നുകൊണ്ട് പറയും, ഇങ്ങനത്തെ ആളായിരുന്നു. വക്കാൻ മൗല അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹം മുത്തശീയാണ്, ഷിയാ വിശ്വാസക്കാരനാണ്, എന്നാലോ മുസ്രിഫൻ, അതിൽ മുസ്രിഫാണ്, വാദോരാതെ പറയുന്ന ആളാണ്. ഒമിൻ അഹ്ലുസുന്നത്തി, അഹ്ലുസുന്നയിലുണ്ട് മൻ ഇസ്തബ് സലഫി ദിഫാഇ അൻ അഖീദത്തിഹിം, ആ അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി വാദോരാതെ സംസാരിച്ച ആളുകളുണ്ട്. ഫി തഫ്സീറിൽ വാദോരാതെ വിശദീകരിച്ചവർ ഉണ്ട്. വലാ റഅസി ഹഉലായി, അവരിൽ പ്രമുഖരാണ് അൽ ഇമാമുൽ ഫഖ്റുദ്ദീൻ റാസി ഇമാം അല്ലദീ ശന്നഹ ഹർബൻ ഷഅവ, ആ അഖീദ സംരക്ഷിക്കാൻ വേണ്ടി ഘോരമായ യുദ്ധം തന്നെ നടത്തിയ ആൾ. ഫി കുല്ലി മുനാസബത്തിൻ, എല്ലാ യോജിച്ച സന്ദർഭങ്ങൾ വരുമ്പോഴും അല അഹ്ലു സൈഗി വൽ ഇൻഹിറാഫി ഫിൽ അഖീദത്തി, അഖീദ പിഴച്ച വിശ്വാസക്കാരുടെ മേൽ സംസാരിക്കാനുള്ള അവസരങ്ങൾ വരുമ്പോൾ നിശിതമായിട്ട് അവരെ വിമർശിക്കുകയും അവരുടെ കള്ളത്തരങ്ങൾ വെളിച്ചത്ത കൊണ്ടുവരികയൊക്കെ ചെയ്ത് വിമർശനാത്മകമായി വിശദീകരിച്ചെഴുതിയ ഒരു പണ്ഡിതനാണ് ഫഖ്റുദ്ദീൻ റാസി ഇമാം, സുന്നി പണ്ഡിതനാണ്. വഖദ് സലക ഫി തഫ്സീരി മഫാത്തിഹുൽ ഗൈബ്, അദ്ദേഹത്തിൻ്റെ മഫാത്തിഹുൽ ഗൈബ് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പ്രവേശിച്ചു. അൽ മഷ്ഹൂർ ബി തഫ്സീർ ഫഖ്ർ എന്ന പേരിൽ പ്രസിദ്ധമായ ഈ തഫ്സീർ അദ്ദേഹം പ്രവേശിച്ചു. മസ്ലകൽ ഹുക്കമാഇൽ ഇലാഹിയീൻ, ഹുക്കമായിൻ്റെ ഈ ഫിലോസഫേഴ്സിൻ്റെ റൂട്ടാണ് അദ്ദേഹം സ്വീകരിച്ചത്.
ഇലാഹ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ചർച്ച ചെയ്യുന്ന ഫിലോസഫേഴ്സ് അവരുടെ റൂട്ടാണ് അദ്ദേഹം പ്രവേശിച്ചത്. അങ്ങനെ ഫസാഖ അദില്ലത്തഹു ഫി മബാഹിസുൽ ഇലാഹിയാത്ത്, ഇലാഹിയാത്തുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഇലാഹ് ഉണ്ടോ ഇല്ലേ എന്നുള്ള ചർച്ചകളിൽ അദ്ദേഹം തൻ്റെ തെളിവുകളെല്ലാം നിരത്തി. അല്ല നമത്തി ഇസ്തിദ്ലാലാത്തിഹിം, ഹുക്കമാ ഫിലോസഫേഴ്സ് എങ്ങനെയാണോ തെളിവ് പറയുന്നതെങ്കിൽ അതേ ശൈലിയിലാണ് അദ്ദേഹം തെളിവ് പറഞ്ഞത് അവരുടെ അഖിലിയായ തെളിവുകളിൽ. വലാക്കിന് പക്ഷേ മഴ തെഹദീബിഹ ബിമാ യുവാഫിഖു ഉസൂൽ അഹ്ലുസുന്ന, അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസത്തോട് യോജിച്ച നിലക്ക് അതിനോട് യോജിക്കുന്ന രൂപത്തിൽ ആ തെളിവുകളെ വൃത്തിയാക്കി സംസ്കരിച്ചതിന് ശേഷമാണ് തെളിവ് പറയാം. അല്ലാതെ ആരെപ്പോലെയല്ല ഈ ഫിലോസഫേഴ്സ് പറയുന്നത് അതേപോലെ പറയല്ല ചെയ്യുന്നത്. അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസത്തോട് യോജിക്കുന്ന നിലക്ക് അതിനെ സംസ്കരിച്ചതിന് ശേഷം ആ തെളിവ് നിർത്തും. വകദാലിക തഅറള ലി ശുബഹിഹിം, അതേപോലെ തന്നെ അവരുടെ ആ ഹുക്കമായിൻ്റെ തെറ്റിദ്ധരിപ്പിക്കലുകൾ, ആ തെറ്റിദ്ധരിപ്പിക്കലുകളൊക്കെ അദ്ദേഹം തൻ്റെ കിതാബിൽ ഇത് കൊണ്ടുവന്നിട്ടുണ്ട് അതിന് മറുപടി പറയാൻ വേണ്ടി. ബിൻ നഖ്ലി വത്തഫ്നീദി, അതിനെ പൊളിച്ചുകൊണ്ടും തെറ്റാണെന്ന് സമർത്ഥിച്ചുകൊണ്ടൊക്കെ ഫി കസീരിൻ മിനൽ മവാദിഇ, ധാരാളം സ്ഥലങ്ങളിൽ.